കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റ് ആരെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ബജറ്റ് വരുമ്പോൾ ബജറ്റ് ഡോക്യുമെൻ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കും. വെറുതെ അക്കാഡമിക് ക്യൂരിയോസിറ്റി വെച്ച് വെറുതെ അതൊക്കെ ഒന്ന് തിരിച്ചും പിരിച്ചുമൊക്കെ നോക്കും. പ്രത്യേകിച്ച് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും നമ്മൾ എത്ര രൂപയാണ് സർക്കാരിന് നികുതി അടയ്ക്കുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ സർക്കാരിൻ്റെ വെബ്സൈറ്റ് ഫൈനാൻസ് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ബജറ്റ് ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യണം. പ്രത്യേകിച്ച് എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവരും കോമേഴ്സ് പഠിച്ചിട്ടുള്ളവരും അത്യാവശ്യമായിട്ട് നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയെങ്കിലും ഇരിക്കണം. കുറഞ്ഞ പക്ഷം നമ്മൾ എത്രയാണ് ടാക്സ് അടയ്ക്കുന്നത്, എന്താ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു 160 പേജുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു പേജ് പാർട്ട് എയിൽ അതിൻ്റെ ഒരു സമ്മറി ഉണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശ കണക്ക് കിട്ടും. അവസാനത്തെ കോളത്തിൽ കേരള സർക്കാരിൻ്റെ നികുതിയേതര വരുമാനം, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. കേന്ദ്രത്തിൽ കൂടെ കേരളത്തിൽ വന്നാലും അതെല്ലാം കൂടെ നോക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ വരുമാനം 152, പിന്നെ ഒരു 300 ഏതാണ്ടൊക്കെ ഉണ്ട്, 152,000 കോടി. ഇതാണ് കേരള. ഇത് കോടി എന്നതിൻ്റെ മുകളിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 152, 300 സംതിങ് ഉണ്ട്. ഇതാണ് കേരള സർക്കാരിനുള്ള നികുതി. എത്ര ജനങ്ങളിൽ നിന്നാണ് ഇത്? 3.5 കോടി. അപ്പം ഒരാൾ കേരള സർക്കാരിന് എത്രയാണ് നികുതി കൊടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്താൽ മതി. 152,000 കോടി രൂപ വരുന്നത് ഈ 3.5 കോടി ജനങ്ങളിൽ നിന്ന്. വേറെ പുറത്തുനിന്നൊന്നും വരുന്നില്ല. നമ്മൾ നികുതി അടയ്ക്കുന്ന പൈസയാണ് സർക്കാരിൻ്റെ വരുമാനം. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള വരുമാനം 152,000 കോടി. ഇതിനകത്ത് 2 രീതിയിലുണ്ട്. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് കണക്ക് തെറ്റും. റവന്യൂ റെസീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ട്. അത് 40,000 കോടി വരുമെന്ന് തോന്നുന്നു. ക്യാപിറ്റൽ റെസീറ്റ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ് എടുക്കുന്നില്ല, റവന്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ അതിൻ്റെ ആദായം എടുക്കുന്നത്. ഒരു തെങ്ങ് കർഷകനാണെന്ന് വെച്ചു, തേങ്ങ വെട്ടി കിട്ടുന്നതാണ് റവന്യൂ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞാൽ തെങ്ങ് വെട്ടിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, പശുവിനെ വളർത്തുമ്പോൾ പശുവിൻ്റെ പാല് വിറ്റ് കിട്ടുന്നതാണ് റവന്യൂ റെസീറ്റ്. ആ പശുവിനെ വിറ്റ് കിട്ടുന്നതാണ് ക്യാപിറ്റൽ റെസീറ്റ്. അപ്പം ക്യാപിറ്റൽ റെസീറ്റിനെ നമുക്ക് വരുമാനമായിട്ട് കണക്കാക്കാനൊക്കെ റവന്യൂവിനെ മാത്രം എടുക്കണം. ഇവിടെ നോക്കുക, 132,000. പലർക്കും ഇത് അറിയത്തില്ല. പലരും വിചാരിക്കും നമ്മൾ 2,000 രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്. 152,000 കോടി രൂപ കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നാളെ ഈ വരുന്ന ഏപ്രിൽ 1 തൊട്ട് അടുത്ത മാർച്ച് 31 വരെ കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന പൈസയാണിത്. കോടിയും കൂടെ അത് വെട്ടിക്കളയാം. അപ്പം 152,000 രൂപ, 1,52,000 രൂപയാണ് 3.5 ആളിൻ്റെ കയ്യിൽ നിന്ന് വരേണ്ടത്. ഡിവൈഡഡ് ബൈ 3.5 എന്ന് പറഞ്ഞാൽ ഒരാൾ, ഞാനും നിങ്ങളും ആ പാവപ്പെട്ട മജിസ്ട്രേറ്റ് അറിയാമയും കൊടുക്കുന്നത് 43,428 രൂപ. 43,428 രൂപ. 43,428 രൂപയാണ് ഒറ്റയാൾ ഒരു വർഷം കേരള സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ വ്യക്തിയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. ഓരോ വ്യക്തിയും ഒരു മാസം അടയ്ക്കുന്ന നികുതി എന്ന് പറയുന്നത് 3,619 രൂപ. ഒരാൾ ഒരു മാസം അടയ്ക്കുന്ന നികുതിയാണ് ഈ പറഞ്ഞത്. 3,619 രൂപ. 5 അംഗങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നത് 18,095 രൂപ. 18,000 രൂപ കൂട്ടിക്കൊടുക്കും.
ആർക്കെങ്കിലും ധാരണയുണ്ടോ 18,000 രൂപ നമ്മൾ കേരള സർക്കാരിന് ഒരു മാസം നികുതി അടയ്ക്കുന്നു? ഒരു വീട്ടിൽ നിന്ന് കൊടുക്കുന്ന നികുതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് 18,000. നമ്മൾ കുടിക്കുന്ന ചായയ്ക്കും വാങ്ങിക്കുന്ന പച്ചക്കറിക്കും സകലത്തിന് നികുതി കൊടുത്തിട്ട് ആ നികുതിയാണ് സർക്കാരിൻ്റെ ഖജനാവിൽ വരുന്നത്. ഇനി പൈസ കൂടുതലുള്ളവർ കൂടുതൽ നികുതി അടയ്ക്കും, പാവപ്പെട്ടവരത് അത്രയും കൊടുക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ശരാശരി കണക്ക് പറയുമ്പോൾ കൃത്യമായും ഒരാളിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് 18,000 രൂപ, ഒരാളിൽ നിന്ന് 3,619 രൂപ, 3.5 കോടി ജനങ്ങളിൽ നിന്ന് 152,000 കോടി രൂപയാണ് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ ചെല്ലുന്നത്. കുഴപ്പമൊന്നുമില്ല. ഈ പൈസ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ നാട് നന്നാവാൻ വേറൊന്നും ആവശ്യമില്ല. ഇത് കട്ടും മോഷ്ടിച്ചും കളയാതിരുന്നാൽ നമ്മുടെ നാട് സിംഗപ്പൂരാവാൻ ഒരു 5 കൊല്ലം മതി. കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന നികുതി കൃത്യമായി നമുക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇവർ ചിലവാക്കിയാൽ 5 വർഷം മതി നാട് നന്നാവാൻ. ഈ പൈസ ധൂർത്തടിച്ചും അഴിമതി കാണിച്ചും സ്വന്തക്കാർക്ക് വീതം വെച്ചും കൊടുത്തു കഴിഞ്ഞാൽ നാട് കിഴക്കാൻ പാട് പോയിക്കൊണ്ടിരിക്കും. ശരിയെങ്കിൽ ഓക്കെ, ബൈ.